എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അതിന് തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് ഈ ചാനലിലെ ലൈവിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും രണ്ട് കരങ്ങളിൽ സുരക്ഷിതമായിട്ട് അമ്മ കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളും അമ്മ മാതാവ് വെളിപ്പെടുത്തിയൊരു കാര്യമാണ് അമ്മ മാതാവിൻ്റെ രൂപം പണിയാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചാനലിൽ കയറി ജോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ദിവസവും വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. അമ്മ മാതാവ് പ്രോമിസ് ചെയ്തതാണ്, എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ മാതാവ് എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവ് ഇടപെടുന്നുണ്ട്. എല്ലാവരും അമ്മ മാതാവ് എല്ലാ തലത്തിലും അമ്മ മാതാവ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ അമ്മ മാതാവ് എടുത്ത് നീക്കുന്നുണ്ട്. അമ്മയോട് ഒരുപാട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ എല്ലാ മക്കളും ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേരുക. അമ്മയുടെ ഇടപെടലുണ്ടാകും. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേരുക. അമ്മ മാതാവ് വെളിപ്പെടുത്തി തരുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ലൈവിലേക്കുള്ള ഒരുക്ക പ്രാർത്ഥനയും കൂടിയാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേർന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അത് എന്ത് തന്നെയാണെങ്കിലും ആ ആവശ്യം നിങ്ങളിതിന് കമൻറ്റായിട്ട് ഇട്ടുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ ലൈവിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നേരിട്ട് അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നേരിട്ട് അമ്മയോട് കാര്യങ്ങൾ തുറന്ന് പറയുകയും കൂടെ ചെയ്യാം. അമ്മേ മാതാവേ, ഈ ലൈവിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണ് ഇവർ. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ അമ്മ ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ എടുത്തു നീക്കണമേ. ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം അമ്മ മാതാവ് ഇവർക്ക് തിരിച്ചു നൽകണമേ. അമ്മ മാതാവേ, ഇവർ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലൂടെയോ ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളിലൂടെയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പൈശാചികപരമായിട്ടുള്ള ബന്ധനങ്ങളിലൂടെയോ ഇവർ ഏതെങ്കിലും രീതിയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവേ, ഇവർ അമ്മയോട് മാപ്പ് ചോദിക്കുവാണ്, അമ്മയോട് ക്ഷമ ചോദിക്കുവാണ്. അമ്മ മാതാവേ, ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കളാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെങ്കിൽ അമ്മ മാതാവേ, അവരുടെ കടബാധ്യതയെല്ലാം തന്നെ എടുത്തു നീക്കിക്കൊണ്ട് നല്ല സാമ്പത്തിക ഉയർച്ച ഇവർക്ക് നൽകണമേ. നല്ല സാമ്പത്തിക സ്രോതസ്സ് ഇവർക്ക് നൽകണമേ. ഇവർ തൊടുന്നതെല്ലാം പൊന്നായി മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. ഇവർ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ആ ബിസിനസ് നല്ല രീതിയിൽ ഉന്നത നിലയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും സാമ്പത്തിക ഉയർച്ചയെ അമ്മ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. ഇവരുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അമ്മ മാതാവ് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ ഈ മക്കളെ അമ്മയുടെ രണ്ട് കരങ്ങളിലും അമ്മ മാതാവ് സുരക്ഷിതമായിട്ട് താങ്ങി നിർത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവേ, ഏതെങ്കിലും തരത്തിൽ പറ്റിക്കപ്പെട്ട് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവേ, അതവർക്ക് തിരിച്ചു കൊടുക്കണമേ. അമ്മ മാതാവേ, അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അമ്മ മാതാവേ, ഈ മക്കളെ അത്തരത്തിലുള്ള ശത്രുക്കളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. അമ്മ മാതാവേ, അതുപോലെ തന്നെ അമ്മ മാതാവേ, ജോലിയില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, ആ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ സംരക്ഷണ വലയം ഒരുക്കണമേ. അമ്മ മാതാവേ, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, ഒരുപാട് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് ജോലി ലഭിക്കാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് പോകുവാനും അവിടെ നല്ല ജോലികൾ ചെയ്ത് നല്ല സമ്പാദ്യം ഉണ്ടാകുവാനും അവർക്ക് നല്ല സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും അമ്മ മാതാവേ, ഇവരെ അനുഗ്രഹിക്കണം. അമ്മ മാതാവേ, അതുപോലെ തന്നെ അമ്മ മാതാവേ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മ മാതാവേ, അവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, ഇവരുടെ കാര്യത്തിൽ പ്രത്യേക കരുതലും അമ്മയുടെ ഇടപെടലും ഉണ്ടാവണമേ. അമ്മ മാതാവേ, അതുപോലെ തന്നെ അമ്മ മാതാവേ, ഏതെങ്കിലും എക്സാം എഴുതുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ. ഗവൺമെൻറ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള എക്സാം ആണെങ്കിലും അതിലെല്ലാം അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവർക്ക് അമ്മ അവരെ രക്ഷിച്ചെടുക്കണമേ. അമ്മ മാതാവേ, അവർ തൊടുന്നതെല്ലാം വിജയമായി മാറട്ടെ. അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മ മാതാവ് അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവേ, അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവർക്ക്
സന്താന ഭാഗ്യം ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ നല്ലൊരു കുടുംബം രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ അമ്മയിലൂടെ ഒരു കുടുംബം രൂപീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹ തടസ്സമുള്ള മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കൊണ്ട് അവർക്ക് നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് ആ പൈശാചികമായിട്ടുള്ള കാര്യത്തെ അമ്മ മാതാവ് എടുത്ത് എറിയണമേ അമ്മേ മാതാവ്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ്. കുടുംബത്തിലെ ഓരോ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവരെ സുരക്ഷിതമായിട്ട് അമ്മയുടെ കരങ്ങളിൽ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരും മറ്റുള്ളവരിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരെ അമ്മ മാതാവ് കാത്തുകൊള്ളണമേ, കരങ്ങളിൽ താങ്ങിക്കൊള്ളണമേ അമ്മ മാതാവേ. അമ്മ മാതാവ് കാണിച്ചു തരുവാണ് ഓരോ മക്കളെ അമ്മ മാതാവ് കരങ്ങളിൽ, 2 കരങ്ങളിലും അമ്മ മാതാവ് എടുത്തു പിടിച്ചിരിക്കുന്നതായിട്ട് അമ്മ മാതാവ് കാണിച്ചു തരുവാണ്. എത്രയോ വലിയ സ്നേഹമാണ് അമ്മ മാതാവ് ഈ മക്കളോട് അമ്മ മാതാവ് കാണിച്ചു തരുന്നത്. അമ്മേ മാതാവ്, ലൈവിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെ അമ്മ മാതാവ് 2 കരങ്ങളിൽ സുരക്ഷിതമായിട്ട് താങ്ങി നിർത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അമ്മ മാതാവ് എല്ലാ മക്കളെയും രക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അമ്മയോട് ചേർന്ന് എല്ലാ മക്കളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ അകമഴിഞ്ഞുണ്ടാവുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ രോഗ സാഹചര്യങ്ങളൊക്കെ എടുത്തു നീക്കിക്കൊണ്ട് അവർക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, അപകടവും അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് ജനനം മുതൽ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് അമ്മേ മാതാവേ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. അമ്മയോട് ചേർന്ന് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അതിലൊക്കെ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ആ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവരെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു മകനും മകളുമായിട്ട് മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. എല്ലാ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അമ്മ മാതാവ് ഇവരെ വിടുവിക്കണേ അമ്മേ മാതാവേ. ഇവരുടെ സന്തോഷപരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ അമ്മ മാതാവ് ഇവരെ കൊണ്ടുപോകണം അമ്മേ മാതാവേ. ഇവരുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ കടന്നുവരവ് തീർച്ചയായിട്ടും ഇവരെ അമ്മ മാതാവ് രക്ഷിക്കും എന്നത് വിശ്വസിക്കുന്ന ഈ മക്കളെ അമ്മ മാതാവ് എല്ലാ കാലത്തും എല്ലാ സമയത്തും അമ്മ മാതാവ് വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. ഇവർക്കൊരു അപകടവും കൂടാതെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. ഇവരെ അമ്മ മാതാവ് 2 കരങ്ങളിലും അമ്മ മാതാവ് താങ്ങി നിർത്തിക്കൊണ്ട് സുരക്ഷിതമായിട്ട് ഇവരെ കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. അമ്മ മാതാവ് ഇവരെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. അമ്മ മാതാവ് എല്ലാ മക്കളെയും അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ.